പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രതീക്ഷിതമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് പുതിയ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് പോകുന്നതിന് തയ്യാറായിരിക്കുകയാണ് സാഗർ. ഇതിന്റെ ഭാഗമായി തിരികെ വീട്ടിലേക്ക് എത്തുന്ന കൃഷിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ്. കൃഷ്, എനിക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളിൽ PR ഗ്രൂപ്പ് ഞാൻ വിചാരിച്ചതുപോലെ അല്ല. ബലരാമനെ ഞാൻ ഇന്ന് കണ്ടിരുന്നു. ഇത് കേൾക്കുന്ന കൃഷ്, എങ്ങനെ, എന്താണ് സംഭവിച്ചത്? എനിക്ക് കാര്യങ്ങൾ അറിയണം. ഇത് കേട്ടതിനെ തുടർന്ന് നിന്റെ അമ്മ ഇന്ന് ഗുരുതരമായി പരിക്കേറ്റ് ഇവിടെ കിടക്കുകയായിരുന്നു. അമ്മയോ? അമ്മയ്ക്ക് എന്തു പറ്റി? അതോ അമ്മ മീനിന്റെ ഇതില്ലേ, അക്വേറിയം, അത് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. പക്ഷേ കൃത്യസമയത്ത് അമ്മയെ രക്ഷിക്കുന്നതിനായി ഇവിടേക്ക് വന്നത് ബലരാമനായിരുന്നു. ബലരാമൻ ഇതേ തുടർന്ന് അമ്മയെ സഹായിക്കുകയും സുജയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെയധികം സുഖകരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇതേ തുടർന്ന് എന്നെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഞാനും ഒരു നിമിഷത്തേക്ക് പകച്ചുപോയി. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാതെ. ഇതേ തുടർന്നാണ് ആ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായത്. ബലരാമൻ ക്ഷമ പറയുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുവരാൻ പാടില്ലായിരുന്നു എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. നമ്മളോട് മത്സരിക്കാനൊന്നും PR ഗ്രൂപ്പ് ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടാണ് അവൻ പോയത്. ഒരു തെറ്റുപറ്റിയതാണ്. ഒരിക്കലും ഇനി ഇതുപോലുള്ള ഒരു അബദ്ധവും ഉണ്ടാവുകയില്ല എന്നും നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനാണ് അവർക്ക് ഇഷ്ടം എന്നും പറഞ്ഞാണ് പോയത് എന്ന് അറിയിക്കുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് കൃഷ്. ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ? അതെ, പിന്നെ എന്തിനാണ് അവർ നമുക്കെതിരെ പുതിയ ടെൻഡറിനും നമ്മുടെ പ്രൊജക്റ്റുകൾ പിടിച്ച് എടുക്കുന്നതിനും പോയത്? അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു എന്നും ഇനി ഡൽഹി പ്രൊജക്റ്റിന്റെ പിന്നാലെ പോകില്ല എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വെൽവിഷറാണ് അവൻ. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയാണ്. എന്തായാലും ഇനി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ആ കാര്യം ഉറപ്പ് തന്നെയാണ്. നമുക്ക് സന്തോഷത്തോടെ മുന്നിലേക്ക് പോകാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃഷിന് ആശ്വാസമായിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് ദേവ്ജി ഈ കാര്യങ്ങൾ അറിയാനിടയാകുന്നത്. ദേവ്ജിയോട് സാഗർ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു അബദ്ധത്തിന്റെ പേരിൽ നടന്ന സംഭവമാണ് ഇത്. ഇതത്ര വിഷയമാക്കേണ്ടത് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും നമ്മൾ പേടിക്കേണ്ടതും ഇല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിതിരിവിലേക്ക് പോവുകയാണ് ദേവ്ജിക്ക്. പക്ഷേ ആ കാര്യങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം പറയാൻ തോന്നുകയാണ്. എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ എനിക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞ് ദേവ്ജി പോകുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് നമ്മുടെ കൺമണി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ വന്നു നിൽക്കുന്നത്. തൻ്റെ പ്രൊജക്റ്റുകൾ ഓരോന്നായി തീർത്തുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ ഇനി മനോജ് കാര്യങ്ങൾ ചോദിച്ചാൽ എന്തു പറയും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്.
ഇതേ തുടർന്ന് മനോജിനെ വീട്ടിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ബലരാമൻ. ബലരാമനെ ചെന്ന് കാണുന്ന സാഗർ നേരിട്ട് കണ്ടതിൽ സന്തോഷമുണ്ട് എന്ന് തുറന്നു പറയുന്നു. ഇത് കേൾക്കുന്ന ബലരാമൻ, അത് നല്ലൊരു കാര്യം തന്നെയാണ്, പക്ഷേ ഞാനിപ്പോൾ വിളിപ്പിച്ചത് മറ്റൊരു കാര്യത്തിനാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായി അറിയാനുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ഇപ്പോൾ ഇവിടേക്ക് വിളിപ്പിച്ചത്. നിനക്ക് നൽകിയ 2 പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് അറിയാമല്ലോ. ആദ്യ പ്രൊജക്റ്റിൽ നീ വൻ പരാജയമായിരുന്നുവെങ്കിലും രണ്ടാമത്തെ പ്രൊജക്റ്റ് അതീവ ഗംഭീരമായി തന്നെ ചെയ്തു. അത് കാരണമാണ് അലിഗ ഡിസൈൻസുമായി ഏറ്റുമുട്ടാൻ നമുക്ക് സാധിച്ചത്. പക്ഷേ ഇപ്പോഴാണ് മറ്റൊരു കാര്യം എനിക്ക് നിന്നോട് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ സഹോദരി കൺമണി PR ഗ്രൂപ്പിൽ ജോലിക്ക് വരണം. ആ കാര്യം ചെയ്തു തരാൻ നിനക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതത്ര പ്രശ്നമുള്ള കാര്യവുമല്ലല്ലോ. അതുകൊണ്ട് നീ ധൈര്യമായി മുന്നോട്ട് പോകണം. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്തു പറയും എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ മനോജ്. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സാർ എന്ന് പറഞ്ഞതിനെ തുടർന്ന് മനോജ്, ഈ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള വാക്ക് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എന്തായാലും കൺമണി ജോയിൻ ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകണം. അതിൽ മറ്റൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. ഓക്കെ? ഇനി ഈ കാര്യം പറയുമ്പോൾ കൺമണി എൻ്റെ കൂടെ എൻ്റെ കമ്പനിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തത് മനോജിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.